ഹലോ ഗായ്സ്, ഇപ്പം നമ്മളിവിടുന്ന് നമ്മുടെ സെസ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫോഗ് ലൈറ്റ് വെക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം ഇത് ഈ ഗാർഡ് പറഞ്ഞ സമയത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ് നമ്മളിവിടെ ക്ലാമ്പ് ഒരെണ്ണം വെൽഡ് ചെയ്ത് തീർത്തിയാണ്. അത് വെച്ചാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആ വൃത്തികൾ മാറി കിട്ടും. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാണ്, ഞാൻ ടൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഞാൻ വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു വാഷറും ഇവിടെ ഒരു വാഷറും പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു വാഷറിട്ടാണ് ഞാൻ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, വണ്ടി ഓടുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് ചെയ്ത് തന്നെയാണ് ഈ ഗാർഡ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വൈബ്രേഷൻസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. സോ ജസ്റ്റ് ഒരു ഇത് വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വൈബ്രേഷൻ അടിക്കത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി കുടിക്കുന്നതനുസരിച്ച് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ അടിക്കും, മനസ്സിലായി. അപ്പം ഇതൊരെണ്ണം കണക്ട് ചെയ്ത് ഞാൻ അപ്പുറത്തേക്കും കൂടെ അവിടെയും കൂടെ ഒരെണ്ണം കണക്ട് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. ഇതാണ് 1 2 3 4 5 6 7 8 LED ആണുള്ളത്. അത്യാവശ്യം നല്ല വെട്ടം തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് അറിയത്തില്ല, വലിയ വിലയൊന്നും ഇല്ല ഈ സാധനത്തിന്. അറിയത്തില്ല, നമുക്കിനി പ്ലാസ്റ്റിക്കാണ്, മറ്റേതിൽ മൊത്തം പ്ലാസ്റ്റിക്കാണ്. ഇത് മാത്രമേ ഉള്ളൂ സ്റ്റീലായിട്ട് വരുന്നത്. ഇതും കൂടെ നമുക്കിവിടെ കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. വയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിത് ഇതിൻ്റെ അടിയിൽ വയറെടുത്ത് ബ്ലാക്ക് വയർ ബ്ലാക്ക് വയർ കാരണം കൂടെ റെഡ് വയർ പോലെ ടേപ്പ് വെച്ചാണ് കളറിൽ കൂടെ റാപ്പ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷൻ ആവില്ല, ഒരു എഞ്ചിൻ സൈഡൊക്കെ വരുന്നത് ഇതിന് വേറെ നീളം നിൽക്കാൻ വേണ്ടി വയർ കയറി ആ സൈഡിൽ 2 വയർ ഇതിലും ടാങ്കിൻ്റെ ഇതിലേക്ക് തോന്നുന്നു. ഇതിലൂടെ ഇത് കഴിഞ്ഞ് കുറച്ച് സൈഡിൽ സെയിം അതേപോലെ തന്നെ ബാക്കിൽ വയറെടുത്ത് കൊടുത്തു ഇതിനകത്ത് ഈ ടൈക്കകത്തൂടെ കയറി അങ്ങനെ ആ റെഡ് വയർ അതും എടുത്തിട്ടുണ്ട്. ഈ നമുക്ക് കൈ കൊണ്ടുള്ള ഇതിൽ ബ്ലാക്കാണ്, ഈ സൈഡിൽ ബ്ലാക്കാണ്. ഈ ബ്ലാക്കും നമ്മൾ കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈ റെഡ് ഈ വയർ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ടേപ്പ് ഒട്ടിക്കാൻ പറഞ്ഞു. ടേപ്പ് ഒട്ടിക്കുന്നതിന് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞായിരുന്നു. ഇതിനെ കണക്ട് ചെയ്തിട്ട് അപ്പോൾ കാണിച്ചു തരാം. ഈ വയർ നമ്മൾ ഇവിടുന്ന് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തൂടെ കൊടുത്ത് ഇതുണ്ട് ഇവിടെ ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ ഈ കാണിക്കുന്ന യെല്ലോ വയർ കാണാം നിങ്ങൾക്ക്. ഈ യെല്ലോ വയറും ഈ റെഡ് വയറും നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്നതാണ്. ഞാൻ മുകളിൽ ഹാൻഡിൽ ബാർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 വയറും സ്വിച്ചിൽ നിന്ന് വരുന്നതാണ്. ഇതിൽ നിന്ന് നമ്മുടെ ഈ ബ്ലൂ വയർ 2 പോയിട്ട് അവിടെ നിന്നാണ് ആ സ്വിച്ചിലേക്ക് പിന്നെ അതെടുത്ത് കൊടുക്കുന്നത്. സ്വിച്ചിൻ്റെ ഒരു സൈഡിലേക്ക് പോയിട്ട് മറ്റേ സൈഡിലേക്ക് വരും. മറ്റേ സൈഡ് നമ്മുടെ അവിടെ നിന്നൊരു വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ട്. ഇഗ്നിഷൻ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. നമ്മുടെ ഈ ഇഗ്നിഷൻ വയറില്ല, ഇതാണ് ഇഗ്നിഷൻ വയറാണ് ഈ പോകുന്നത്. അത് ഫോളോ അപ്പ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇത് നേരെ ഇതാണ് സാധനം. ഇതാണ് സാധനം. അപ്പം ഇത് നേരെ വന്നിട്ട് പോകുന്നത് ഈ 2 ഹോൾഡറുള്ള ഈ സാധനത്തേക്ക് വേണ്ട. ഈ ബ്ലാക്ക് അതില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്കിനകത്ത് 2 എണ്ണം, ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്രൗൺ കളറിലുമാണ്. ആ ബ്രൗൺ കളറിലേക്ക് നമ്മൾ ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന യെല്ലോ വയറില്ല, ആ യെല്ലോ വയർ കണക്ട് ചെയ്ത് പോവുക. ഈ ലൈറ്റിൻ്റെ 2 എണ്ണത്തിൻ്റെ ബ്ലാക്ക് വയർ ഇത് ഈ സ്വിച്ചിൻ്റെ യെല്ലോ വയറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് ഈ 2 എണ്ണത്തിനും വരുന്നതിനകത്ത് നിന്ന് റെഡ് വയർ നമ്മൾ ഇതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് വയറാണ് നമുക്ക് ഇഗ്നീഷനിലേക്ക് പോകുന്നത്. ബ്ലാക്ക് വയർ നമ്മൾ ഈ ഹാൻഡിൽ ബാറിൻ്റെ ഇവിടെ തന്നെ നമ്മളുണ്ട്. സ്വിച്ച് ഇങ്ങോട്ട് ഇത്തിരി മാറ്റുകയാണെങ്കിൽ കാണിച്ചത് ഹാൻഡിൽ ബാറിൻ്റെ ഇവിടെ തന്നെ വെച്ചിട്ട് എർത്ത് കൊടുത്തിരിക്കുകയാണ് ബോഡിയിലേക്ക്. അപ്പം ബോഡിയിലേക്ക് എടുത്ത് കൊടുത്തിട്ട് അതിനകത്തേക്കാണ് 3 എണ്ണം കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരെണ്ണം ചാർജറിലേക്കാണ് പോകുന്നത്,
അത് കഴിയുമ്പോഴത്തേക്ക് ചാർജറും സെയിം ഇത് തന്നെയാണ് ചാർജറിലും വരുന്നത്. അത് നമുക്ക് വരുന്നത് തന്നെ ഇത് 2 വയറാണ്. അതിലൊരെണ്ണം നമ്മൾ ബോഡിയിലേക്കും കൊടുക്കുക, എർത്ത് കൊടുക്കുക, ഒരെണ്ണം സെയിം ഇഗ്നീഷനിലേക്കും കൊടുക്കുക. അപ്പോൾ അത് ഇഗ്നീഷനിൽ ഞാൻ ഒരു വയർ എടുത്തിട്ടുള്ളൂ, കുറേ വയർ എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു വയർ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ, ഇതാണ് ഇഗ്നീഷനിൽ നിന്ന് വരുന്ന വയർ. ഇതിൽ നിന്ന് തന്നെ ഞാൻ ഒരെണ്ണം ഇതിൽ നിന്ന് തന്നെയാണ് ഇഗ്നീഷനിൽ നിന്ന് വരുന്ന വയർ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ നേരെ കൊടുത്ത് താഴത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എർത്ത് വരുന്ന വയർ ഞാൻ ഇവിടുന്ന് 2 എണ്ണം ആക്കി 3 ആയി കൊടുത്തിട്ടുണ്ട്. കാരണം ചാർജറിൽ നിന്നും വരുന്നുണ്ട്, 2 ലൈറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ കാണിച്ച പോലെ തന്നെ മെഷീനിൽ കണക്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് എപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി താക്കോൽ ഓണാക്കി നമ്മൾ സ്വിച്ച് എപ്പോൾ ഓണാക്കുന്നു അപ്പോൾ ഇത് കത്തുകയും ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. താക്കോൽ ഓണാക്കണം. താക്കോൽ ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാർജർ എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യും. ഇത് ചാർജിങ് പോയിൻ്റാണ്, മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന്, ഇതാണ് സ്വിച്ച്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുവാണെങ്കിൽ അടുത്ത ബ്ലൂ കളറിലെ ലൈറ്റ് കളിയും കണ്ട. ഇപ്പോൾ ഇത് ഓണാണ്. നമ്മൾ ഇവിടുന്ന് ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഓണായി കത്തും. നമുക്ക് ചാർജ് ചെയ്യുന്നതാണ് ഫോൺ. അത് കഴിഞ്ഞ് നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റാണ്. ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്വിച്ച് ഞാൻ ഓണാക്കുക. ഇത് നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെ ആണ്. ഇത് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച് ഞാൻ നോക്കുന്നത്. ഇത് രാവിലെ തന്നെ ഇത്രയും വെട്ടമുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി കണ്ട. ബാക്കി ഞാൻ കറക്റ്റ് വെട്ടം ഞാൻ രാത്രി കാണിച്ചു തരാം. അതൊക്കെ ഓണാക്കി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റാണ്. ക്യാമറ പിടിക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റാണ് അത്യാവശ്യം. അതാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യുകയോ കാര്യങ്ങളോ ചെയ്യാം, പ്രശ്നമില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മൾ മെയ് അവസാനമൊക്കെ പോകാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കൊറോണ കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മളിനി അടുത്ത വീഡിയോ ഇത് പെയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ഞാൻ ഹസാർഡ് ലൈറ്റിൻ്റെ കാണിച്ചു തരാം. പിന്നെ ടോപ്പ് റാക്ക്, ടോപ്പ് ബോക്സ് അതൊക്കെ വെക്കുന്ന ഞാനത് കാണിച്ചു തരാം. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ ചെയ്യുക, കാണുക. ഓക്കെ, ബൈ. സോ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റത്തില്ല, ഇരുട്ടായത് കാരണം. എൻ്റെ വീടാണ്. വീടിൻ്റെ വാതിക്കലേക്ക് ഞാനപ്പോൾ വാതിക്ക് നല്ലൊരു പറമ്പ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ രാത്രിയിലായപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തത് ആണ്. നമ്മുടെ അല്ലാത്ത ലുക്ക് ഇതാണ്. ഇങ്ങനെ ഇരിക്കും നമ്മൾ. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇവിടെ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതാണ്. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. ലൈറ്റ് ഓൺ. ആഹാ, പൊളി സാധനം കൊള്ളാല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടം കിട്ടുന്നുണ്ടല്ലോ. ഇതും വൈബിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല വെട്ടമുണ്ട്. അത്രയും പരിസരം മൊത്തം ക്ലിയർ ആക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടം തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഒന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റ്. എല്ലാവരും മീഡിയ നോക്കും. വലിയ റേറ്റ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഗായ്സ്, ഇങ്ങനെയാണ് നമ്മൾ ഫോഗ് ലൈറ്റ് വെക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഇതിൻ്റെ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. സെറ്റാക്ക് പവർ